എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ. iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ ഡിസംബർ 2026 നെറ്റ് ഹിസ്റ്ററി ക്ലാസ്സസിന്റെ ലൈവ് ക്ലാസ്സസിന്റെ ഫസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു നെറ്റിന്റെ സിലബസ് നെറ്റ് JRFന്റെ സിലബസ് ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ അജണ്ട. അപ്പോ നമുക്ക് സമയം കളയാതെ ഈ ഒരു സെഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയുന്ന പോലെ തന്നെ ഒരു വർഷത്തില് 2 തവണ നടത്തുന്ന NTA നമ്മൾക്ക് സോഷ്യൽ സയൻസിൽ വരുന്ന അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റിൽ വരുന്ന കുട്ടികൾക്ക് PhD അഡ്മിഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യാനും പിന്നെ PhD ചെയ്യുന്ന കുട്ടികൾക്ക് റിസർച്ച് ഗ്രാന്റ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് അനുവദിക്കാനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരുമിച്ച് നടത്തുന്ന ഒരു എക്സാം ആണ് NTA നെറ്റ് അഥവാ JRF എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു വർഷം 2 തവണയാണ് നടത്തുന്നത്, ജൂൺ ആ ഒരു ടൈമിലും അതുപോലെ തന്നെ ഡിസംബറിലും. അപ്പൊ നമ്മൾ ഈ ഒരു 2026 ഡിസംബർ എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരാം. ഹിസ്റ്ററിയില് നെറ്റിന്റെ സിലബസിനകത്ത് മെയിൻ ആയിട്ട് കോർ ആയിട്ടുള്ള ഏരിയ മൊത്തം 10 യൂണിറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ യൂണിറ്റുകളിലായിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സിനെ വളരെ എലാബറേറ്റ് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടെ നമ്മൾ ഒന്ന് കോഡിഫൈ ചെയ്തിട്ട് ഒന്ന് ഷോർട്ടൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഹിസ്റ്റോറിയോഗ്രഫി, ഈ 4 ഏരിയാസിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറില്ല. മീൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചോദിച്ച് കാണാറില്ല. പേപ്പർ 1 ആ ഒരു സിലബസിനനുസരിച്ച് ചോദിക്കും. പക്ഷെ ഹിസ്റ്ററിയിൽ നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഹിസ്റ്റോറിയോഗ്രഫി, മുൻപ് വേൾഡ് ഹിസ്റ്ററിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ ചോദിച്ച് കാണാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സമയം കളയാതെ സിലബസിലേക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് വരുന്ന സിലബസ് എന്ന് പറയുന്നത് അതിന്റെ ടൈറ്റിൽ വരുന്നത് നെഗോഷിയേറ്റിംഗ് ദ സോഴ്സസ്. മെയിൻ ആയിട്ടും ഈ ഒരു ഏൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സസ് ആണ് ആദ്യം തന്നെ ഇവര് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ആർക്കിയോളജിക്കൽ സോഴ്സസിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുന്നത്, എപ്പിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ക്രിപ്ഷൻസിന്റെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു എപ്പിഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു മേഖലകളിൽ എന്തൊക്കെ എക്സ്പ്ലോറേഷൻസ് ആണ് വരുന്നത്, ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോയിൻസിന്റെ സ്റ്റഡി എങ്ങനെയാണ് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡേറ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നത്, അതായത് എത്ര വർഷക്കാലം പഴക്കമുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ് അല്ലെങ്കിൽ ഏത് പീരീഡിൽ ബിലോങ് ചെയ്യുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണിത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡേറ്റിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണോ, ഇത്രയും കാര്യങ്ങളാണ് ആർക്കിയോളജിക്കൽ സോഴ്സസിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻഡിജിനസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ, അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയും ആ ഒരു പർട്ടിക്കുലർ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഏരിയയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ. അത് പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും. അതായത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കണ്ടംപററി ആയിട്ട് വരുന്ന സോഴ്സസ് ഉണ്ടാവും. ആ പ്രൈമറി സോഴ്സസിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള സെക്കൻഡറി സോഴ്സസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഈ പ്രൈമറി സെക്കൻഡറി സോഴ്സസ് എന്തൊക്കെയാണ്, ഓരോ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രൈമറി സെക്കൻഡറി സോഴ്സസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഈ ഡേറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റിലീജിയസും സെക്യുലർ ആയിട്ടുള്ള ലിറ്ററേച്ചർ എന്തൊക്കെയാണ്, റിലീജിയസ് മതപരമായിട്ടുള്ള ലിറ്ററേച്ചേഴ്സും നമുക്ക് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതല്ല മതേതരമായിട്ടുള്ള അതായത് റിലീജിയനുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ടൈപ്പ് ലിറ്ററേച്ചർ എങ്ങനെയാണ് ഹിസ്റ്ററിയെ ഹെൽപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മിത്തുകളും ലെജൻഡുകളും നമ്മൾ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോറിൻ അക്കൗണ്ട്സ്, ഗ്രീക്ക്, ചൈനീസ്, അറബിക് സ്കോളേഴ്സ് ഒക്കെ ഇവിടെ വന്ന് അല്ലെങ്കിൽ അവര് ഇവിടുന്ന് കളക്ട് ചെയ്ത അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവരെഴുതിയിട്ടുള്ള അക്കൗണ്ട്സ് നമ്മൾ എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് തന്നെ നോക്കേണ്ടത്. ഇനി അതിനുശേഷം തന്നിട്ടുള്ള ടോപ്പിക്കാണ് പാസ്റ്ററലിസം ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ. ഇതിനകത്ത് മെയിൻ ആയിട്ടും നമ്മള് ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പാലിയോലിത്തിക്, നിയോലിത്തിക്, അതുപോലെ തന്നെ
പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് പീരീഡ്സും നോക്കണം. അതിൽ പ്രധാനമായിട്ടും സൈറ്റുകളാണ് നോക്കേണ്ടത്. ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഓരോ സൈറ്റുകളുടെ പ്രത്യേകതയും അതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഇതേപോലെ തന്നെയാണ് ചാൽക്കോലിത്തിക് ഫേസുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് സെറ്റിൽമെന്റുകൾ വന്നിട്ടുള്ളത്, ആളുകൾ എങ്ങനെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്, ഒരുപാട് ഗ്രൂപ്പ് ആയിട്ടാണോ, ഒരുപാട് ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലായിട്ടാണ് അവരുടെ സെറ്റിൽമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, അവരുടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇൻഡസ് അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനിലേക്ക് നോക്കും. മെയിൻ ആയിട്ടും ഈ ഒരു ഇൻഡസ് സിവിലൈസേഷന്റെ ഒറിജിൻ എങ്ങനെയാണ്, ഏത് പ്രദേശം തൊട്ട് എവിടം വരെയാണ് ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് വരുന്നത്, പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ്, സെറ്റിൽമെന്റ് പാറ്റേൺ എങ്ങനെയാണ്, അവിടെ ഉണ്ടായിരുന്ന ക്രാഫ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ സ്പെഷ്യലൈസേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടുത്തെ റിലീജിയൻ, സൊസൈറ്റി, പോളിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനുശേഷം ഇൻഡസ് സിവിലൈസേഷന്റെ ഡിക്ലൈൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടും ഡിക്ലൈനുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം തിയറീസ് ഉണ്ട്. ഈ തിയറീസ് എന്തൊക്കെയാണെന്നും അതാരാണ് അതിന്റെ ആ ഒരു തിയറീസിന്റെ പ്രൊപ്പൗണ്ടേഴ്സ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് അവിടെ എങ്ങനെയാണ്, ട്രേഡിന്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയണം. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അർബനൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതിനുശേഷം വരുന്നത് വേദിക് ആൻഡ് ലേറ്റർ വേദിക് കാലഘട്ടമാണ്. അതായത് ഈ ഒരു ആര്യൻസ് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് എന്നുള്ള, അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ധാരാളം ഡിബേറ്റ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഡിബേറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആര്യൻസ് അവരുടെ ഹോംലാൻഡ് ഏതാണെന്നുള്ളതിനെ പറ്റി ധാരാളം തിയറീസ് ഉണ്ട്. ഈ തിയറീസിന്റെ പ്രൊപ്പൗണ്ടേഴ്സ് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ഒരു പീരീഡിൽ വന്നിട്ടുള്ള പൊളിറ്റിക്കലും സോഷ്യലുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, ഒരു സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ ഒരു പിന്നെ ഒരു സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്ത് വരാൻ പതിയെ പതിയെ ഒരു സ്റ്റേറ്റിലേക്ക്, ഇപ്പൊ പോസ്റ്റ് വേദിക് കാലഘട്ടം ഒക്കെ ആകുമ്പോഴേക്കും അവിടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അങ്ങനെ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്കുള്ള ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് എങ്ങനെയാണ്, ഒരു വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നത്, ഇനി സോഷ്യൽ ഡിവിഷൻസ് എങ്ങനെയാണ് വന്നത്, പിന്നെ റിലീജിയസും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് എമേർജ് ചെയ്ത് വന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അയൺ ടെക്നോളജി എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്, അയൺ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിന് ശേഷം വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു കണ്ടംപററി ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ വരുന്ന മെഗാലിത്തിക് പീരീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. ഇനി അതിനുശേഷം നമ്മൾ നേരെ നോക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് സ്റ്റേറ്റ് സിസ്റ്റം ആണ്. അതായത് നമ്മൾ ഈ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ സ്റ്റേറ്റ് പതിയെ എമേർജ് ചെയ്ത് വരാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ എമേർജ് ചെയ്ത് വന്ന ഈ ഒരു സ്റ്റേറ്റിന്റെ എക്സ്പാൻഷൻ ആണ് അടുത്ത ഒരു സ്റ്റേജിൽ പറയുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് മഹാജനപദാസ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സിന്റെ ഡെവലപ്മെന്റ്. അതിൽ പല ടൈപ്പ് സ്റ്റേറ്റുകളുണ്ട്. മൊണാർക്കിക്കൽ സ്റ്റേറ്റ് ഉണ്ട്, റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളുണ്ട്, ഇത് കൂടാതെ ഒളിഗാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. അപ്പം ഇതിന്റെ ഒക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മഹാജനപദാസ് വരുന്നത്, ഇതിൽ ഏതൊക്കെ മൊണാർക്കിക്കൽ ആണ്, ഏതൊക്കെ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സ് ആണ്, ഈ ഓരോ മഹാജനപദാസിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ നടക്കുന്ന സോഷ്യൽ അതുപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ്, പിന്നീട് ഈ ഒരു മഹാജനപദാസിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു അല്ലെങ്കിൽ 6th സെഞ്ചുറി BC കാലഘട്ടത്തിൽ വന്ന സെക്കൻഡ് അർബനൈസേഷൻ, ഫസ്റ്റ് അർബനൈസേഷൻ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് അർബനൈസേഷൻ ഈ ഒരു 6th സെഞ്ചുറി BC കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാം. ഇനി അതേപോലെ തന്നെ ആ ഒരു പീരീഡിൽ തന്നെ ഈ 6th സെഞ്ചുറി BC കാലഘട്ടത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഹെറ്ററോഡോക്സ് സെക്ടുകളായിട്ടുള്ള ജൈനിസം, ബുദ്ധിസം, അജയ് വികാസ്, ഈ പറയുന്ന സെക്ടുകളുടെ ഒക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത് മെയിൻ ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഫിലോസഫിക്കൽ ഐഡിയാസ് എന്തൊക്കെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിറ്ററേച്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ ജൈനിസവും ബുദ്ധിസവും അജയ് വികാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൈറ്റുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത്രയാണ് യൂണിറ്റ് 1 പറയുന്നത്. ഇനി നമ്മൾ യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ടു എംപയർ. അപ്പൊ ഓൾറെഡി മഹാജനപദാസിന്റെ പീരീഡിൽ നമ്മൾ സ്റ്റേറ്റ് ഫോർമേഷന്റെ കാര്യം പറഞ്ഞു. ഇനി ആ സ്റ്റേറ്റിൽ നിന്ന് ഒരു എംപയർ എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ളതാണ് യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ 16 മഹാജനപദാസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മഹാജനപദാസ് ഡെവലപ്പ് ചെയ്ത് ഫൈനലി മഗധ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഏറ്റവും പവർഫുൾ ആയിട്ട് മാറുകയും അത് എങ്ങനെയാണ് ആ ഒരു പവറിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആ കാലഘട്ടത്തിൽ വന്ന ഗ്രീക്ക് ഇൻവേഷൻ, മെയിൻ ആയിട്ടും മാസിഡോണിയയിലെ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഗ്രീക്ക് ഇൻവേഷൻ എങ്ങനെയാണ്, അതിന് എന്തൊക്കെ ഇഫക്റ്റുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, പിന്നെ മൗര്യൻ എംപയർ ഇവിടെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, മൗര്യൻ കാലഘട്ടത്തിലുള്ള പോളിറ്റി, സൊസൈറ്റി, ഇക്കോണമി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എങ്ങനെയായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടും അവിടെ അശോക എന്ന് പറയുന്ന റൂളറിന്റെ പോളിസീസ്, മെയിൻ ആയിട്ട് ധമ്മ പോളിസി, ആ ധമ്മ പോളിസിയുടെ നേച്ചർ എങ്ങനെയായിരുന്നു, പിന്നെ ഫൈനലി മൗര്യൻ എംപയർ ഡിക്ലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ അറിയണം. പിന്നെ മൗര്യൻ പീരീഡിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ആർട്ടും ആർക്കിടെക്ചറും ആണ്. അതുപോലെ അശോകന്റെ ഈഡിക്റ്റുകൾ, മേജർ മൈനർ റോക്ക് ഈഡിക്റ്റുകളും മേജർ മൈനർ പില്ലർ ഈഡിക്റ്റുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, പ്രത്യേകതകൾ, ഓരോ ഈഡിക്റ്റുകൾക്കും ആ ഈഡിക്റ്റിന്റെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, സൈറ്റിന്റെ പ്രത്യേകതകളുണ്ട്, ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഒക്കെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. ഇനി മൗര്യൻ എംപയറിന്റെ ഡിക്ലൈനിന് ശേഷം നമ്മൾ ഈ ഹിസ്റ്ററിയുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ഒരു വലിയ എംപയർ വരുന്നു. ആ എംപയറിന്റെ ഡിസിന്റഗ്രേഷനോടനുബന്ധിച്ച് കുറെ ചെറിയ ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ കിങ്ഡംസ് ഫോം ചെയ്യും. അതിനുശേഷം ആ റീജിയണൽ കിങ്ഡംസ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു യൂണിഫൈയിങ് ആയിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു ബിഗ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം ആ എംപയറിന്റെ ഡിക്ലൈനിന് ശേഷം ഇതുപോലെ റീജിയണൽ കിങ്ഡംസ് ഫോം ചെയ്യും. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ഹിസ്റ്ററിയിൽ നമ്മളോട് നീളം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ മൗര്യൻ എംപയറിന്റെ ഡിക്ലൈനിന് ശേഷം നമ്മൾ പിന്നെ ഈ റീജിയണൽ പവേഴ്സിന്റെ എമർജൻസ് ആണ് കാണുന്നത്. ഇൻഡോ ഗ്രീക്സ്, ശുങ്കാസ്, ശതവാഹനാസ്, കുഷാൻസ്, ശാക ക്ഷത്രപാസ് ഇവരുടെ ഒക്കെ എമർജൻസ് എങ്ങനെയാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ പറയുന്ന ഗ്രൂപ്പുകളുടെ എല്ലാം ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു, പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് സംഘം പീരീഡിന്റെ പ്രത്യേകതകൾ, സംഘം ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന സംഘം കാലഘട്ടത്തിൽ വരുന്ന പോളിറ്റിയും സൊസൈറ്റിയും എങ്ങനെയാണ്, മെയിനായിട്ടും സംഘം ലിറ്ററേച്ചറിൽ നിന്ന് ഈ ഒരു പോളിറ്റിയെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി ആ ഒരു കാലഘട്ടത്തിൽ തന്നെ 2nd സെഞ്ച്വറി BCE തൊട്ട് 3rd സെഞ്ച്വറി CE വരെയുള്ള കാലഘട്ടത്തിലുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്സ് എങ്ങനെയായിരുന്നു, മെയിൻ ആയിട്ടും റോമൻ സാമ്രാജ്യവുമായിട്ട് നടന്നിട്ടുള്ള ട്രേഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് ട്രേഡ് ചെയ്തിരുന്നത്, അതുപോലെ ഏതൊക്കെ പോർട്ടുകളിലൂടെയാണ് അല്ലെങ്കിൽ സോഴ്സുകളിലൂടെയാണ് ഈ പറയുന്ന ട്രേഡ് നടന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ഇനി നമുക്ക് അതിനുശേഷം നേരത്തെ നമ്മൾ ബുദ്ധിസം ഒക്കെ ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ എമേർജ് ചെയ്ത് പറയും. അതിനുശേഷം അതിനകത്ത് ഡിവിഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു കാലഘട്ടം ഒക്കെ ആകുമ്പോഴേക്കും മഹായാന ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു സെക്റ്റിന്റെ എമർജൻസ് കാണാൻ സാധിക്കും. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകതകളും ഡിഫറൻസുകളും ഒക്കെ ഹീനയാന ബുദ്ധിസമായിട്ടുള്ള ഡിഫറൻസുകൾ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ഖരവേല, ഒറീസയുമായിട്ട് ബന്ധപ്പെട്ട് ഖരവേല എന്ന് പറയുന്ന റൂളറിന്റെ എമർജൻസും അവിടെ ജൈനിസം ഒരു സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പ്രോസസ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ഈ ഒരു പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ആർട്ടും ആർക്കിടെക്ചറും. ആ ഒരു കാലഘട്ടത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്കൂൾസ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ് ഗാന്ധാര സ്കൂള്, മധുര സ്കൂള്, അമരാവതി സ്കൂള്. അതിന് എസ്റ്റാബ്ലിഷ് ചെയ്ത പ്ലേസസ്, അതായത് അതിന്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ വെച്ചിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പിന്നെ ഈ ഗാന്ധാര, മധുര, അമരാവതി സ്കൂൾസിന്റെ ഈ ആർട്ടിസ്റ്റിക് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഈ ഒരു റീജിയണൽ കിങ്ഡംസിന്റെ ഈ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ആ ഒരു ഗ്രേറ്റ് എംപയർ പീരീഡ് ആണ് ഗുപ്ത വാഗാതക ഏജ് എന്ന് പറയുന്നത്. അതിൽ ഗുപ്താസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു ബിഗ് എംപയർ. ഈ വാഗാതകാസ് എന്ന് പറഞ്ഞാൽ ഗുപ്താസിന്റെ കണ്ടംപററി ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡെക്കാൻ റീജിയനിൽ വന്നിട്ടുള്ള എംപയറും ആണ്. അപ്പം ഈ ഗുപ്ത വാഗാതക പീരീഡിൽ വരുന്ന പോളിറ്റി, സൊസൈറ്റി, അതുപോലെ തന്നെ ഇക്കോണമി, മെയിൻ ആയിട്ടും അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്കണോമിയാണ്. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ഗ്രാന്റുകൾ നമ്മൾ കാണുന്നത്.
പിന്നെ ലാൻഡ് റവന്യൂ, ലാൻഡ് റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പീരീഡ് ആണ്. പിന്നെ ഗുപ്ത കാലഘട്ടത്തിലെ കോയിൻസ്, പിന്നെ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ബിഗിനിങ് നമുക്ക് കാണാൻ പറ്റുന്നത്, വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ബിഗിനിങ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി പുരാണിക് ഹിന്ദുയിസം അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പുരാണങ്ങള്, അതുപോലെ തന്നെ പല സ്മൃതികളും കാര്യങ്ങളും, അതുപോലെ നാരദ പുരാണ, അതുപോലെ വിഷ്ണു പുരാണ, അങ്ങനെയുള്ള പുരാണങ്ങളെല്ലാം എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പീരീഡും കൂടിയാണ് ഈ ഒരു ഗുപ്തവാഗതക ഏജ് എന്ന് പറയുന്നത്. പിന്നെ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ലാംഗ്വേജും അതുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറിന്റെ ഡെവലപ്മെന്റ് ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും ആസ്ട്രോണമിയിലും മാത്തമാറ്റിക്സിലും മെഡിസിനിലും ഈ ഗുപ്തവാഗതക കാലഘട്ടത്തിൽ വളരെയധികം ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വന്നു, എന്തൊക്കെ ലിറ്ററേച്ചേഴ്സ് വന്നു, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, പിന്നെ സാൻസ്ക്രിറ്റ് എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇനി അതിനുശേഷം വരുന്ന പോസ്റ്റ് ഗുപ്ത പീരീഡ് ആണ്. പോസ്റ്റ് ഗുപ്ത പീരീഡിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുന്ന ഏരിയ ഈ ഒരു സിലബസ് പ്രകാരം എന്ന് പറയുന്നത് ഹർഷ ആൻഡ് ഹിസ് ടൈംസ് ആണ്. ഹർഷ എന്ന് പറയുന്നത് ഹർഷവർദ്ധന, പുഷ്യഭൂതീസ് ഓഫ് താനേശ്വർ എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളറാണ് ഹർഷവർദ്ധന. അദ്ദേഹത്തിന്റെ പീരീഡ്, ആ ഒരു സമയത്തോട്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ, റിലീജിയന്റെ പ്രത്യേകത, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ സലങ്കയനാസ്, അതുപോലെ വിഷ്ണു കുണ്ഡിൻസ്, ഇത് രണ്ടും ആന്ധ്രാദേശ എന്ന് പറയുന്ന പ്രദേശത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള, ഈ ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റീജിയനിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കിങ്ഡംസ് ആണ്. ഇവരെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവണം. അത്രയുമാണ് യൂണിറ്റ് 2 പറയുന്നത്. ഇനി വരുന്നത് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 വരുമ്പോഴേക്കും നമ്മളിപ്പോ ഏൻഷ്യന്റ് ഇന്ത്യയിലെ ഏകദേശം ഏൻഷ്യന്റ് ഇന്ത്യ യൂണിറ്റ് 2 കൊണ്ട് കവറായി. യൂണിറ്റ് 3 വരുമ്പോഴേക്കും നമ്മൾ ഏർലി മിഡീവൽ പീരീഡിലേക്കാണ് വരുന്നത്. അതായത് ഈ ഗുപ്ത എംപയർ ഒക്കെ ഡിക്ലൈൻ ചെയ്തതിനു ശേഷം ഒരുപാട് റീജിയണൽ കിങ്ഡംസ് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും, അതുപോലെ ഡെക്കാനിലും, ഈസ്റ്റേൺ ഇന്ത്യയിലും, വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കിങ്ഡംസ് വരുന്ന ഒരു പീരീഡാണ്. അതുപോലെ തന്നെ നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് യൂണിറ്റ് 3 വരുന്ന റീജിയണൽ കിങ്ഡംസ്. ധാരാളം ക്വസ്റ്റ്യൻസ്, ക്രോണോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഡെക്കാനിലെ കിങ്ഡംസ്, അതിലെ ഗംഗാസ്, കടമ്പാസ്, വെസ്റ്റേൺ ഈസ്റ്റേൺ ചാലുക്യാസ്, രാഷ്ട്രകൂടാസ്, കല്യാണി ചാലുക്യാസ്, കാകതീയാസ്, ഹൊയ്സാലാസ്, യാദവാസ്, ഇത്രയും ആളുകൾ ഡെക്കാനിൽ വന്നിട്ടുള്ള കിങ്ഡംസ് ആണ്. ഈ കിങ്ഡംസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. പിന്നെ സൗത്ത് ഇന്ത്യയിൽ വരുന്ന പല്ലവാസ്, ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്, ഈസ്റ്റേൺ ഇന്ത്യയിൽ പാലാസ്, സേനാസ് ഓഫ് ബംഗാൾ, വർമ്മനാസ് ഓഫ് കാമരൂപ എന്ന് പറയുമ്പോൾ ആസാമുമായിട്ട് ബന്ധപ്പെട്ട് വരും. പിന്നെ ഭൗമകരാസ് ആൻഡ് സോമവംശീസ് ഓഫ് ഒഡീഷ, ഇത്ര ആളുകളെയാണ് നോക്കേണ്ടത്. ഇനി വെസ്റ്റേൺ ഇന്ത്യയിൽ വരുന്ന മൈത്രകാസ് ഓഫ് വല്ലഭീം, ചാലുക്യാസ് ഓഫ് ഗുജറാത്ത്. ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴേക്കും ഗുജാര പ്രതിഹാരാസ്, കാലാചൂരി ചേഡീസ്, ഗഹദ്വാലാസ്, പരമരാസ്, ഇത്രയുമാണ് പ്രധാനപ്പെട്ട കിങ്ഡംസ് നോക്കാനുള്ളത്. പിന്നെ ഏർലി മിഡീവൽ ഇന്ത്യയുടെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു കാലഘട്ടത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, കിങ്ഷിപ്പിന്റെ ഒരു പ്രത്യേകത, മെയിൻ ആയിട്ടും കിങ്ങിന് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പരിവേഷം കൊടുത്തിട്ട് അങ്ങനെയാണ് അവർ കിങ്ഷിപ്പിനെ ലെജിറ്റിമേറ്റ് ആയിട്ട് മാറ്റുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ വളരെ അധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ് ആ ഒരു കാലഘട്ടത്തിലെ അഗ്രേറിയൻ ഇക്കോണമി എന്ന് പറയുന്നത്. ധാരാളം ലാൻഡ് ഗ്രാന്റുകൾ, അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ ധാരാളം ചേഞ്ചസ് വരുന്നു. അതുപോലെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സ്, പെസൻസിന്റെ റൈറ്റ്സ്, പിന്നെ വാട്ടർ റിസോഴ്സസ്, ടാക്സേഷൻ സിസ്റ്റം, കോയിൻസ്, കറൻസി സിസ്റ്റം, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതിലൊക്കെ വളരെ ഡെവലപ്പ് എന്നുള്ളതിനേക്കാളും കൂടുതൽ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു പീരീഡ് ആണ്. മെയിൻ ആയിട്ടും ലാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്യൂഡൽ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഏർലി മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ആ കാലഘട്ടത്തിലെ ട്രേഡിന്റെ പ്രത്യേകതകളും ട്രേഡ് റൂട്ടുകള്, അതുപോലെ പോർട്ടുകള്, നടന്നിട്ടുള്ള എക്സ്ചേഞ്ച്, ട്രേഡ് ഗിൽഡുകള്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം.
ഇനി ഏർലി മിഡീവൽ ഇന്ത്യയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ ഗ്രോത്ത് ആണ്. മെയിൻ ആയിട്ടും വൈഷ്ണവിസം, ശൈവിസം പോലുള്ള റിലീജിയൻസിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ സെയിൻസ് ആരൊക്കെയാണ്, പിന്നെ വന്നിട്ടുള്ള ടെമ്പിൾസ് ഏതൊക്കെയാണ്, അതുപോലെ ഈ ഒരു കാലഘട്ടത്തിലെ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത, പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ ഇത്രയും റീജിയണൽ കിങ്ഡംസിന്റെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. ഈ റീജിയണൽ കിങ്ഡംസ് എല്ലാം ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള ഏരിയയിൽ അവരുടേതായിട്ടുള്ള റീജിയണൽ സ്റ്റൈലുകളും ഈ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ റീജിയണൽ സ്റ്റൈൽസിന്റെ പ്രത്യേകതയെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ധാന, തീർത്ഥ, ഭക്തി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ എങ്ങനെയാണ്, തമിഴ് ഭക്തി മൂവ്മെന്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വന്നത്, അതിൽ തന്നെ ശങ്കരാചാര്യ, മാധവ, രാമാനുചാര്യ ഈ പറയുന്ന ആളുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കണം. ഇനി സൊസൈറ്റിയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത ഒരു പീരീഡാണ് ഈ ഒരു ഏർലി മിഡീവൽ കാലഘട്ടം എന്ന് പറയുന്നത്. വർണ്ണ, ജാതി, പിന്നെ ധാരാളം കാസ്റ്റുകൾ, പ്രോളിഫറേഷൻ ഓഫ് കാസ്റ്റ്, പിന്നെ സ്ത്രീകളുടെ പൊസിഷൻ, ജെൻഡർ, മാരേജ്, പിന്നെ പ്രോപ്പർട്ടി റിലേഷൻസ്, ആർക്കൊക്കെ പ്രോപ്പർട്ടി കൈവശം വെക്കാം, ആർക്കൊക്കെ വെക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങള്, സ്ത്രീകളുടെ ഒരു അവസ്ഥ, പിന്നെ ട്രൈബ്സിനെ പെസൻസ് ആക്കി മാറി. അതായത് ഈ ഗുപ്ത കാലഘട്ടത്തിൽ തൊട്ട് തന്നെ നമുക്ക് ഈ ട്രൈബ്സിനെ ഈ പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് അസിമിലേറ്റ് ആയി വന്നിട്ടുള്ള ധാരാളം ഈ ഒരു ഫോറിനേഴ്സും അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും പെസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസിലേക്ക് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരും കൂടി ഈ ഒരു വർണ്ണ സിസ്റ്റത്തിലേക്ക് വന്നപ്പോഴേക്കും വർണ്ണ ആ ഒരു ഓർഡറിൽ ധാരാളം പ്രോളിഫറേഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അൺടച്ചബിലിറ്റിയും വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അഗ്രഹാരാസ്, മഠാസ്, മഹാവിഹാരാസ് ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ സെന്റേഴ്സ്. പിന്നെ റീജിയണൽ ലാംഗ്വേജസ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഏർലി മിഡീവൽ ഇന്ത്യയുമായിട്ട് സ്റ്റേറ്റിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിബേറ്റുകളുണ്ട്. ആ ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല പല മോഡൽസ്, അതായത് തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് പോർഷൻ ഉണ്ട്. ഫ്യൂഡൽ മോഡൽ എന്താണ്, സെഗ്മെന്ററി മോഡൽ എന്താണ്, ഇന്റഗ്രേറ്റീവ് മോഡൽ എങ്ങനെയാണ്, എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ ഒരു മോഡലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊപ്പൗണ്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഈ ഏർലി മിഡീവൽ ഇന്ത്യയിൽ തന്നെ ഉള്ള അറബ് കോൺട്രാക്ട്സ്, അതായത് അറബ് ഇൻവേഷൻ ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നത്, സുലൈമാൻ ഗസ്നവൈറ്റ് കോൺക്വസ്റ്റുകൾ എങ്ങനെ ഉണ്ടായി, ആ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അൽബറൂണി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടുകളുടെ പ്രത്യേകത, അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെയുള്ളതാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി യൂണിറ്റ് 4ലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പ്രോപ്പർലി ഈ ഒരു മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്തൊക്കെയാണ്, ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്തൊക്കെയാണ്, എപ്പിഗ്രാഫിക് സോഴ്സസ് എന്തൊക്കെയാണ്, ന്യൂമിസ്മാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സസ് എന്തൊക്കെയാണ്, മെറ്റീരിയൽ എവിഡൻസസ്, പിന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മോണുമെന്റ്സ് എങ്ങനെയാണ്, ക്രോണിക്കൾസ് എങ്ങനെയാണ്, ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോൾ പേർഷ്യൻ, സാൻസ്ക്രിറ്റ്, അതുപോലെ റീജിയണൽ ലാംഗ്വേജസിൽ വന്നിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണ്, ദഫ്തർ ഖാനാസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫർമാൻസ് എന്ന് പറഞ്ഞാൽ, ബാത്തീസ്, പോത്തീസ്, അഖാഭാരത് ഇങ്ങനെയൊക്കെ പറയുന്ന ടേംസിന്റെ ഒക്കെ മീനിങ്സ് എന്താണ്, പിന്നെ ഫോറിൻ ട്രാവലേഴ്സിന്റെ അക്കൗണ്ട്സ്, മെയിൻ ആയിട്ടും പേർഷ്യൻ അറബിക് ട്രാവലേഴ്സിന്റെ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഴ്സസിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് തന്നെ നോക്കുന്നത്. അതിൽ ബോറിസ്, അതിനുശേഷം ടർക്സ്, ശേഷം ഖൽജീസ്, തുഗ്ലക്സ്, സൈദ്, ലോധി ഈ പറയുന്ന ഡയനാസ്റ്റീസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ ഈ ഡൽഹി സുൽത്താനേറ്റ് ഡിക്ലൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയണം. പിന്നെ മുഗൾ എംപയർ ഫൗണ്ട് ചെയ്യപ്പെട്ടത് ബാബർ, ഹുമയൂൺ, അതുപോലെ തന്നെ സൂരീസ്, ഷേർഷാ സൂരിയുടെ അണ്ടറിൽ സുർ ഡയനാസ്റ്റി അവർ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണ്, പിന്നെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്, അക്ബർ തൊട്ട് ഔറംഗസീബ് വരെയുള്ള പീരീഡിൽ ഒരു കൺസോളിഡേഷൻ പ്രോസസ് എങ്ങനെയാണ് നടന്നത്, പിന്നീട് മുഗൾ എംപയർ എങ്ങനെയാണ് ഡിക്ലൈൻ ചെയ്തതെന്നുള്ളത് അറിയാം. പിന്നെ ഈ ഒരു ഔറംഗസീബിന് ശേഷം വരുന്ന മുഗൾസിനെ നമ്മൾ ലേറ്റർ മുഗൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ലേറ്റർ മുഗൾസിന്റെ കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ്, ഫൈനലി ഈ ഒരു മുഗൾ എംപയർ കംപ്ലീറ്റ്ലി ഡിസഇന്റഗ്രേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം.
പിന്നെ അതേപോലെ തന്നെ ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത് തന്നെ, അതായത് ഒരു പതിയെ ഒരു കുറച്ച് ഡിക്ലൈനിങ് ടെൻഡൻസി ഒക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് പല പല റീജിയണൽ കിങ്ഡംസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കിങ്ഡമാണ് വിജയനഗര, അതുപോലെ തന്നെ ബാഹ്മിനി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്, ബാഹ്മിനി കിങ്ഡം എന്ന് പറയുന്ന ഡെക്കാൻ സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ അതിൽ തന്നെ വരുന്ന ബിജപ്പൂർ, ഗോൾഖണ്ഡ, ബിഡാർ, ബേരാർ, അഹമ്മദ് നഗർ, ഇവരാണ് ഡെക്കാൻ സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ബാഹ്മിനി കിങ്ഡത്തിന്റെ ഈ ഒരു ഡിക്ലൈനിന്റെ ആ ഒരു ഡിക്ലൈനിനോടനുബന്ധിച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഡെക്കാൻ സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഇനി അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്ന് ഡിസെന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാണ്, അതേ സമയത്ത് തന്നെ വരുന്ന ഈസ്റ്റേൺ ഗംഗാസ്, സൂര്യവംശി, ഗജപതീസ് ഒക്കെ ഒറീസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കിങ്ഡംസ് ആണ്. ഇവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് മറാത്താസ് ആണ്. മെയിൻ ആയിട്ടും ശിവജി മറാത്ത കിങ്ഡം ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് എങ്ങനെയാണ്, എക്സ്പാൻഡ് ചെയ്തത് എങ്ങനെയാണ്, പിന്നെ പെഷ്വാസ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വരുന്നത് എങ്ങനെയാണ്, പിന്നീട് ഈ പെഷ്വാസിന്റെ അണ്ടറിൽ മറാത്ത എംപയർ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത്, മറാത്താസും മുഗൾസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു, പിന്നീട് ഈ മറാത്താസ് ഒരു കോൺഫെഡറസി ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്, ഫൈനലി മറാത്താസ് പൂർണ്ണമായിട്ടും ഡിക്ലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഇനി യൂണിറ്റ് 5 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യൂണിറ്റ് 4ഉം യൂണിറ്റ് 5ഉം ഒക്കെ നമുക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റിന്റെ മുഗൾ കാലഘട്ടത്തിലൊക്കെ അഡ്മിനിസ്ട്രേഷൻ, ഇക്കോണമി പോലുള്ള ഏരിയാസ് ആണ് യൂണിറ്റ് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും സുൽത്താനേറ്റിന്റെ സമയത്തുള്ള അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റിന്റെ പ്രത്യേകത, തിയോക്രാറ്റിക്കും തിയോസെൻട്രിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവരുടെ സെൻട്രലും പ്രൊവിൻഷ്യലും ലോക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ലോ സക്സഷൻ, ഒരു രാജാവിന് ശേഷം അടുത്തൊരു രാജാവ് വരുന്നതിന്റെ ആ ഒരു ലോ എങ്ങനെയാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത്, ഷേർഷയുടെ കാലഘട്ടത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എങ്ങനെയായിരുന്നു, മുഗൾസിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ആ കാലഘട്ടത്തിലെ സെൻട്രലും പ്രൊവിൻഷ്യലും ലോക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും മാൻസബ്ദാരി സിസ്റ്റവും ജാഗ്ദാരി സിസ്റ്റവും എന്ന് പറയുന്നത് എന്താണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി ഡെക്കാനിലേക്ക് വരുമ്പോഴേക്കും മെയിൻ ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വിജയനഗര കാലഘട്ടത്തിൽ വരുന്നവരുടെ സ്റ്റേറ്റും പോളിറ്റി എങ്ങനെയായിരുന്നു, ബാഹ്മിനി കിങ്ഡത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു, മറാത്താസിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, മറാത്താസിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഷ്ടപ്രധാൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ ഡൽഹി സുൽത്താനേറ്റും മുഗൾ കാലഘട്ടത്തിലും ഫ്രോണ്ടിയർ ആയിട്ടുള്ള, അതായത് ഈ ബോർഡറിൽ വരുന്ന ഈ പ്രദേശങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട്, അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന പോളിസി എങ്ങനെയായിരുന്നു, പിന്നെ ഇന്റർ സ്റ്റേറ്റ് വേറെ സ്റ്റേറ്റുകൾ ആയിട്ടുള്ള റിലേഷൻസ് ഈ സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അഗ്രികൾച്ചർ പ്രൊഡക്ഷനും ഇറിഗേഷൻ സിസ്റ്റത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്, പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് അറിയണം. ഇനി ഈ ട്രേഡ് ആൻഡ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയയാണ് ഹുണ്ടി അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ട്രേഡിൽ ഈ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സിസ്റ്റമാണ് ഈ ഹുണ്ടി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആ സമയത്ത് വന്നിട്ടുള്ള ഫാമിനുകൾ, പെസൻസിന്റെ റിവോൾട്ടുകളൊക്കെ നമ്മൾ ജനറലി അറിഞ്ഞിരിക്കണം. ഇനി യൂണിറ്റ് 6ലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു കാലഘട്ടത്തിന്റെ സോഷ്യൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. മെയിൻ ആയിട്ട് ഈ സമയത്ത് വരുന്ന സൂഫീസ്, അവരുടെ ഈ ഓർഡേഴ്സ് അല്ലെങ്കിൽ സിൽസിലാസ് എന്നാണ് പല പല ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്നത്. ഈ സിൽസിലാസ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ഏതൊക്കെയാണ്, ഓരോ സിൽസിലാസ് അല്ലെങ്കിൽ ഓർഡേഴ്സിന്റെ ബിലീഫ്സും പ്രാക്ടീസസും എങ്ങനെയൊക്കെയാണ്, പ്രധാനപ്പെട്ട സൂഫി സെയിന്റുകൾ എന്തൊക്കെയാണ്, അവർ സൊസൈറ്റിയിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഭക്തി മൂവ്മെന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശൈവിസം, വൈഷ്ണവിസം, ശക്തിസം പോലുള്ള മൂവ്മെന്റുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സെയിന്റുകൾ ആരൊക്കെയാണ്. മെഡീവൽ കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം സെയിൻസ് വന്നിട്ടുണ്ട് ഈ പറയുന്ന മൂവ്മെന്റുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡീവൽ കാലഘട്ടത്തിലെ സോഷ്യൽ, പൊളിറ്റിക്കൽ, അതുപോലെ റിലീജിയസ് ലൈഫ് എങ്ങനെയായിരുന്നു, മെഡീവൽ ഇന്ത്യയിൽ സ്ത്രീകളായിട്ടുള്ള സെയിന്റുകൾ ആരൊക്കെയാണ്, അവരുടെ ടീച്ചിങ്സ് ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് സിഖ് മൂവ്മെന്റ് എന്ന് പറയുന്നത്.
ഈ സിഖ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗുരു നാനാക്കാണ് സിഖ് മൂവ്മെന്റ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സും പ്രാക്ടീസസും എന്തൊക്കെയാണ്, ആ ഗ്രന്ഥം എന്താണ്, ഖൽസ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. അതുപോലെ സിഖിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 10 ഗുരുസ്, അതിനുശേഷം വരുന്ന സിഖിസത്തിന്റെ അവരുടെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട റിലീജിയസ് ഗ്രൂപ്പ്സ്, ഉലേമാസ്, അതുപോലെ ഈ രജപുട്സിന്റെ സൊസൈറ്റി എങ്ങനെയാണ്, രാജസ്ഥാനിനെ ബേസ് ചെയ്ത് വരുന്ന രജപുട്സിന്റെ സൊസൈറ്റി എങ്ങനെയാണ്, പിന്നെ ഈ പറയുന്ന വില്ലേജിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അവിടെയുള്ള കൾട്ടിവേറ്റേഴ്സ്, ആർട്ടിസൻസ്, അവരുടെ ഒക്കെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, ഈ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പൊസിഷൻ എന്താണ്, സനാന സിസ്റ്റം, ദേവദാസ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് എന്താണ്, പിന്നെ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ആർട്ട്, ഈ ഒരു സമയത്ത് മുഗൾ, രാജസ്ഥാനി, പഹാരി, ഗർവാലി എന്നൊക്കെ പറഞ്ഞ റീജിയണൽ ആയിട്ടുള്ള ധാരാളം പെയിന്റിംഗ് സ്റ്റൈലുകളും സ്കൂളുകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ള പീരീഡ് ആണ്. അപ്പൊ ആ ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റിങ്ങുകൾ നമ്മൾ ഏതൊക്കെയാണ്, സ്കൂൾസ് ഏതൊക്കെയാണെന്ന്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അറിയണം. പിന്നെ മ്യൂസിക്കിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ജനറലി അറിയണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറും അതുപോലെ തന്നെ മുഗൾ ആർക്കിടെക്ചറും. പിന്നെ ആ കാലഘട്ടത്തിൽ വരുന്ന റീജിയണൽ സ്റ്റൈൽസിന്റെ പ്രത്യേകതകൾ, ഈ പറയുന്ന സ്റ്റൈലുകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മോണുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതാരാണ് കൺസ്ട്രക്ട് ചെയ്തതെന്നുള്ളതും അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻഡോ അറബിക് ആർക്കിടെക്ചർ, മുഗൾസിന്റെ കാലഘട്ടത്തിൽ വരുന്ന ഗാർഡൻസ്, മറാത്ത ഫോർട്ടുകളുടെ പ്രത്യേകത, ആ ഒരു സമയത്ത് വരുന്ന ടെമ്പിൾസ് ഒക്കെ ജനറലി അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ യൂണിറ്റ് 7ലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ നേരെ മോഡേൺ ഇന്ത്യയിലേക്കാണ് കടക്കുന്നത്. ആദ്യം തന്നെ സോഴ്സസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മോഡേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർക്കൈവൽ സോഴ്സസ്, ബയോഗ്രഫീസ്, ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെയുള്ള പോയിന്റ്സ്, പെയിന്റിങ്സ്, ഇങ്ങനെയുള്ള നമുക്ക് കിട്ടാവുന്ന സോഴ്സസ് എന്തൊക്കെയാണ്, ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മോഡേൺ ഇന്ത്യ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. പിന്നെ ബ്രിട്ടീഷേഴ്സ് അത് യൂറോപ്യൻസ് ഇവിടെ വന്നത്, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്ന് ട്രേഡേഴ്സ് ആയിട്ട്, യൂറോപ്യൻ ട്രേഡേഴ്സ് ആയിട്ട് ഇവിടെ വന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ അതിൽ ഡോമിനന്റ് ആയി അവരെങ്ങനെയാണ് പവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബ്രിട്ടീഷുകാര് ഇന്ത്യൻ സ്റ്റേറ്റ്, മെയിൻ ആയിട്ട് ബംഗാൾ, ഔധ്, ഹൈദരാബാദ്, മൈസൂർ, കർണാട്ടിക്, പഞ്ചാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ സ്റ്റേറ്റുകളുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, ഇവരെ എങ്ങനെയാണ് ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമാക്കി മാറ്റിയത്. പിന്നെ ഇവര് ഇങ്ങനെ പല രീതിയിലുള്ള അനക്സേഷൻ പ്രോസസ് ഒക്കെ ഫോളോ ചെയ്യും. പിന്നെ മറ്റു കുറെ പ്രശ്നങ്ങളും കാരണം 1857 റിവോൾട്ട് ഉണ്ടാകുന്നു. അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, നേച്ചർ എങ്ങനെയാണ്, അത് ഇവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് അറിയണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ്. അതായത് 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് 1858 നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. അതിനുശേഷം ചാർട്ടർ ആക്ടുകൾ, അതിനുശേഷമല്ല അതിന് മുന്നേ ചാർട്ടർ ആക്ടുകൾ വരുന്നുണ്ട്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ വരുന്നുണ്ട്. ഇതാ കൂടാതെ 1909 തൊട്ട് 1935 വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, കൗൺസിൽസ് ആക്ട് നമ്മൾക്ക് വരുന്നുണ്ട്. ഈ ആക്ടുകളുടെ എല്ലാം പ്രത്യേകത എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട ക്ലോസസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി യൂണിറ്റ് 8ലേക്ക് വരുമ്പോഴേക്ക് ഈ ഒരു ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന, അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇവിടെ പവർഫുൾ ആയിട്ട് വന്നു. അതിൽ തന്നെ ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിൽ കൊളോണിയൽ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന ചേഞ്ചസ് എങ്ങനെയാണ്, ട്രേഡിന്റെ ഡിഫറൻസ്, ആ ഒരു ഡയറക്ഷനിൽ വന്ന ചേഞ്ച് എന്തൊക്കെയാണ്, പിന്നെ അഗ്രികൾച്ചറിൽ കൊമേഴ്ഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചേഞ്ചസ്, ഇവിടുത്തെ ലേബറിന്റെ അവസ്ഥ, അതുപോലെ ലാൻഡ് റൈറ്റ്സ്, സെറ്റിൽമെന്റ്സ്, ഇതിലൊക്കെ വന്ന ചേഞ്ചസ്, ഇവിടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ ഡിക്ലൈൻ, അതുവഴി ആർട്ടിസൻസിനുണ്ടായിട്ടുള്ള സോഷ്യൽ ഇക്കണോമിക് ആയിട്ടുള്ള ചേഞ്ചസ്, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പിന്നീട് വേൾഡ് വാർ ഒക്കെ സംഭവിക്കുമ്പോൾ ഈ ഇന്ത്യൻ ഇക്കോണമി ഈ വേൾഡ് വാറുകളൊക്കെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളതൊക്കെ അറിയണം. ഇനി ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിയൽ പോളിസി എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. പ്രധാനപ്പെട്ട മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നത്, അതുപോലെ തന്നെ ഫാക്ടറി ലെജിസ്ലേഷൻ, മെയിൻ ആയിട്ട് ഫാക്ടറി ആക്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ വന്നു, ലേബർ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, പിന്നെ ഇവിടുത്തെ ബാങ്കിങ് സിസ്റ്റം, കറൻസി, റെയിൽവേസ്, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ളതൊക്കെ ഏരിയാസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വന്നത്. പിന്നെ ഫാമിൻസ്, ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഫാമിൻസും എപ്പിഡമിക്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള പോളിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത വരുന്ന ട്രൈബൽ പെസന്റ് മൂവ്മെന്റ്സ്, ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സിന്റെ
പല പോളിസീസ് കാരണം ട്രൈബൽ സ്ട്രക്ചറിന്റെ അവരുടെ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചറും അതുപോലെ തന്നെ പെസൻസിന് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പെസൻസിന്റെ സൈഡിൽ നിന്ന് റിബല്യൻസും ഉണ്ടായിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് ഏത് പീരീഡിലാണെന്നോ അതിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് കോണ്ടാക്ട് എങ്ങനെയാണ് വന്നത്, പിന്നെ മിഷണറീസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ധാരാളം സോഷ്യൽ ഇക്കണോമിക് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെ വരുത്തി, ഇവിടുത്തെ റിലീജിയസ് ബിലീഫ്സില് മിഷണറീസിന്റെ റോൾ എന്താണ്, എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. ഇനി ഈ ഒരു സമയത്ത് ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, എന്തൊക്കെ പോളിസീസ് അഡോപ്റ്റ് ചെയ്തു, സയൻസ്, പബ്ലിക് ഹെൽത്ത്, മെഡിസിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ മോഡേണിസം ആണ് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് അറിയാം. ഇനിയുള്ള ഒരു ഏരിയ ഇന്ത്യൻ റിനൈസൻസ് ആണ്. അതായത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിന് വരവ്, ആ ഒരു മിഡിൽ ക്ലാസ് എമർജ് ചെയ്ത് വരുന്നു. അതുപോലെ പല ഹിന്ദുയിസത്തിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അതുപോലെ സിഖിസത്തിലും ഒക്കെ ഒരുപാട് റിഫോംസ് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ റിഫോംസ് ആരൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്, എന്തൊക്കെ റിഫോംസ് ആണ് വന്നത്, എന്തൊക്കെ ഓർഗനൈസേഷൻ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതെന്നുള്ളതൊക്കെ അറിയണം. ഇനി വിമനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഒരു പൊസിഷൻ ഈ ഒരു പീരീഡിൽ എന്താണ്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബ്രിട്ടീഷ് റൂൾസ് എന്തൊക്കെയാണ്, ജെൻഡർ ഐഡന്റിറ്റി, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തൊക്കെ പ്രൊട്ടക്ഷനും കാര്യങ്ങളുമാണ് ഇവർക്ക് കൊടുത്തത് എന്നുള്ളത് അറിയാം. ഇനി പ്രിന്റിംഗ് പ്രസ്, അതായത് ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ്, ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിനകത്ത് പെയിന്റിങ്, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ്, ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റ്സ്, അതായത് ഇപ്പൊ ഡ്രാമ ആക്ടുകളൊക്കെ ഇപ്പോൾ നെറ്റിൽ ചോദിച്ചു കാണാറുണ്ട്. അതൊക്കെ മെയിൻ ആയിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു ടോപ്പിക് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ്. അത് പെർഫോമിംഗ് ആർട്സ്, മ്യൂസിക്, പെയിന്റിങ്, ഇതൊക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഏരിയാസ്, ചില ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഇനി യൂണിറ്റ് 9ലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ബ്രിട്ടീഷേഴ്സ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മൾ പ്യുവർലി ഇന്ത്യൻ നാഷണലിസത്തിലേക്ക് കടക്കും. അതായത് ബ്രിട്ടീഷുകാർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഈ ഒരു നാഷണലിസ്റ്റിക് ഫീലിംഗ് ഒക്കെ ഇവോൾവ് ചെയ്ത് വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നു. ആ കോൺഗ്രസിൽ തന്നെ 1885 തൊട്ട് 1920s വരെയുള്ള പീരീഡിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നീട് ഗാന്ധിജി ഈ ഒരു ഇന്ത്യൻ സീനിലേക്ക് വന്നു കഴിയുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സുഭാഷ് ചന്ദ്രബോസും INA-യുടെ റോൾ എന്താണ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ മിഡിൽ ക്ലാസ്സിന് എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതുപോലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്തൊക്കെയാണ്, പിന്നെ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ്, ഡിപ്രസ്ഡ് ക്ലാസ് മൂവ്മെന്റ്സ്, ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തു വന്നത്. പിന്നെ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്സിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, മുസ്ലിം ലീഗ്, അതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇവോൾവ് ചെയ്തു വന്നതെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനലി നമുക്ക് എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, ഇൻഡിപെൻഡൻസിന് ശേഷം പാർട്ടീഷൻ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പാർട്ടീഷന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ അറിയാം. പിന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ പാർട്ടീഷന് ശേഷം വരുന്ന ചലഞ്ചസും പ്രിൻസിലി സ്റ്റേറ്റ്സിനെ ഈ ഒരു ഇന്ത്യൻ യൂണിയനിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്തത്, അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, കാശ്മീർ, അതുപോലെ ഹൈദരാബാദ്, ജൂനഗഡ്, അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇന്ത്യൻ യൂണിയനിലേക്ക് ആഡ് ചെയ്തത്, പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്തത്, അതിൽ BR അംബേദ്കറിന്റെ റോൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ ബ്യൂറോക്രസിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, പുതിയ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ അറിയണം. പിന്നീട് നടന്ന ഇക്കണോമിക് പ്രോസസ്സ്, ലാംഗ്വേജിന്റെ ബേസിസിൽ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്തത് എങ്ങനെയാണ്, സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടത്. പിന്നെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫോറിൻ പോളിസീസ് ഏതൊക്കെയാണ്, പഞ്ചശീൽ പോളിസി, അതുപോലെ തന്നെ പിന്നെ അത് ചൈനയുമായിട്ടാണ് പഞ്ചശീൽ വരുന്നത്. പിന്നെ ഇൻഡോ പാക് വാർ, ഇൻഡോ ചൈന വാർസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ഇത് ഇന്ത്യൻ ഇക്കോണമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് 1990-1991 കാലഘട്ടത്തിലാണ്. അതിന്റെ പ്രത്യേകതകൾ അതുവരെയുള്ള, അതായത് 1991 വരെയുള്ള പീരീഡാണ് നമ്മൾ ഈ യൂണിറ്റ് 9 വരെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 10ലേക്ക് വരുമ്പോഴേക്കും
ഈ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്നാൽ ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ് യൂണിറ്റ് 10 വരുന്നത്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എങ്ങനെയാണ്, റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിസ്റ്ററിയുടെ പ്രാധാന്യം എന്താണ്, അതുപോലെ ഹിസ്റ്ററിയിൽ ഒബ്ജക്ടിവിറ്റി ബയസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ ഹ്യൂറിസ്റ്റിക് ഓപ്പറേഷൻ, ഹിസ്റ്ററിയിൽ ക്രിറ്റിസിസം, സിന്തസിസ്, പ്രസന്റേഷൻ, ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ എന്താണ്, പിന്നെ ഈ ഹിസ്റ്ററിയിൽ കോസസിന്റെ പ്രാധാന്യം എന്താണ്, കോസസും ഇതിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ഹിസ്റ്ററിയിൽ ഇമാജിനേഷന്റെ പ്രാധാന്യം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. പിന്നെ ഹൈപ്പോതെസിസ്, അതുപോലെ ഒരു റിസർച്ച് പ്രപ്പോസൽ നമ്മൾ ഹിസ്റ്ററിയിൽ എഴുതുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് കിട്ടാനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്, ആ സോഴ്സസിനെ നമ്മൾ ഏത് രീതിയിലൊക്കെ ഡിവൈഡ് ചെയ്യുന്നു, ആ സോഴ്സസിനെ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വന്നിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി അതുപോലെ തന്നെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ വരുന്ന ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ഹിസ്റ്ററി എഴുതുന്ന രീതി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ വരുന്ന ട്രെൻഡും മാറി വരും. ആ ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് റിസർച്ചിന്റെ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, റെഫറൻസസ്, ഫുഡ് നോട്ട്, ബിബ്ലിയോഗ്രഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, തീസിസും അസൈൻമെന്റ് റൈറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസ്ഹോണസ്റ്റി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ചിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഹിസ്റ്ററി എഴുതപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലുള്ള ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അറിയണം. അതിൽ തന്നെ ഗ്രീക്ക്, റോമൻ, ചർച്ച് ഹിസ്റ്റോറിയോഗ്രഫിയുടെ പ്രത്യേകതയാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം റിനൈസൻസ് കാലഘട്ടത്തിൽ ഹിസ്റ്ററിയിൽ വന്ന മാറ്റങ്ങൾ എന്താണ്, പിന്നീട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റാങ്കയുടെ പീരീഡിൽ വരുന്ന ബെർലിൻ റെവല്യൂഷൻ, ഹിസ്റ്ററിയിൽ ബെർലിൻ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ ഒരു മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്ന ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, സയന്റിഫിക് മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസ്വേർഡ് സ്പ്രൈംഗ്ലറിന്റെ സൈക്ലിക് തിയറി ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ചലഞ്ച് തിയറി ആയിട്ട് വരുന്ന അർണോൾഡ് ജോസഫ് ടോയിൻബിയുടെ തിയറി എന്താണ്, പിന്നീട് ഹിസ്റ്ററിയിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന പീരീഡിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എങ്ങനെയാണ്, അതിൽ വരുന്നതാണ് അനാൽ സ്കൂളൊക്കെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ സിലബസിന്റെ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആയോ? ഓക്കെ, കുറച്ചു പേരൊക്കെ റെസ്പോണ്ട് ചെയ്തു, ബാക്കിയുള്ളവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന 6 months കൊണ്ട് ഹിസ്റ്ററിയിൽ കവർ ചെയ്യേണ്ട, ഈ എക്സാമിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇത്രയും കവർ ചെയ്ത് കഴിയുമ്പോൾ എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഉണ്ട്. അപ്പോ ഈ മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒന്ന് ബേസിക് ക്വസ്റ്റ്യൻ. ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ഹൂ റോട്ട് ദ ബുക്ക് എന്നൊക്കെ ചോദിച്ച്, ഇപ്പൊ ഒരു ബുക്കിന്റെ പേര് തന്നിട്ട് ഇത് ആരാണ് എഴുതിയത് എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പുള്ള, അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന അങ്ങനത്തെ കൺസെപ്റ്റുകൾ ചോദിക്കുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്. നമുക്ക് ലിസ്റ്റ് 1 അല്ലെങ്കിൽ ലിസ്റ്റ് 2 തരും. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഓപ്ഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ റൂൾ ചെയ്ത പീരീഡിനനുസരിച്ചിട്ടോ ഒക്കെ ആ ഒരു ഇയർ വൈസ് ആയിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും പറയുന്നത്. ഇപ്പൊ മോഡേൺ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കണക്റ്റഡ് ആയിട്ടുള്ള പീരീഡ്സ്, ഇപ്പൊ പെസന്റ് മൂവ്മെന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചധികം പെസന്റ് മൂവ്മെന്റ്സ് തന്നിട്ട്
നിങ്ങളോട് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. കൂടുതൽ ഈ മോഡേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റാൻഡം ഏരിയാസിൽ നിന്ന് കുറച്ച് ഇവന്റ്സ് തന്നിട്ട് അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ റീസെന്റ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നായിരിക്കും ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് അസേർഷൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും തരും, റീസൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും തരും. അപ്പൊ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അസേർഷൻ ആയിട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ റീസൺ ആയിട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇത് രണ്ടും കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇനി കറക്റ്റ് ആണെങ്കിൽ ഈ രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണോ, അല്ലെങ്കിൽ എന്ന് പറയുന്നത് എയുടെ റീസൺ എന്ന് പറയുന്ന അസേർഷന്റെ റീസൺ യഥാർത്ഥ റീസൺ തന്നെയാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻ മാർക്ക് ചെയ്യാനായിരിക്കും ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക. ഇനി വരുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 or 5 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ട് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനോ ക്വസ്റ്റ്യൻ തരും. അപ്പൊ ഓപ്ഷൻ ആയിട്ട് നമുക്കിപ്പം ബി ആൻഡ് എ ഉള്ളി, എ ആൻഡ് ബി ഉള്ളി, അല്ലെങ്കിൽ എ ബി സി ഉള്ളി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് തരും. ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഓഡ് വൺ ഔട്ട്. നമുക്ക് കുറച്ചധികം പെയർ ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് തന്നിട്ട് ഇതിനകത്ത് ഈ കൂട്ടത്തിൽ യോജിക്കാത്ത അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ടുള്ളതിനെ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാനായിട്ട് പറയും. കൂടുതലും പെയർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ആ പെയർസ് മാച്ച് ചെയ്യാതെ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോംപ്രിഹെൻഷൻ. ചില എക്സാംസിന് ഒരു കോംപ്രിഹെൻഷൻ മാത്രമായിട്ട് ചോദിക്കാറുണ്ട്, ചില എക്സാംസിന് 2 കോംപ്രിഹെൻഷൻ ആണ് ചോദിക്കുന്നത്. നമ്മുടെ പേപ്പർ 1 ചോദിക്കുന്ന പോലത്തെ തന്നെയുള്ള കോംപ്രിഹെൻഷൻ ആണ് ചോദിക്കുന്നത്. ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അങ്ങനെ ചിലപ്പോൾ ഈ കോംപ്രിഹെൻഷൻ 2 സെറ്റ് ചോദിക്കുമ്പോൾ 10 ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഷനിൽ നിന്ന് വരാറുണ്ട്. കഴിഞ്ഞതിന്റെ മുന്നിലത്തെ തവണയൊക്കെ 2 കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഈ കോംപ്രിഹെൻഷൻ ചോദിക്കുമ്പോൾ നമുക്ക് പേപ്പർ 1 നിന്നുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പേപ്പർ 1 നമ്മളോട് പറയുന്ന കോംപ്രിഹെൻഷന്റെ പാരഗ്രാഫ് വായിച്ചിട്ട് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നിങ്ങളോട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ നമ്മൾക്ക് അറിയുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാസേജ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പാസേജുമായിട്ട് ബന്ധപ്പെട്ട് ആൻസർ ചെയ്യാനേ നമ്മളോട് പേപ്പർ 1 പറയും. പക്ഷെ ഹിസ്റ്ററിയുടെ കേസിൽ അങ്ങനെയല്ല. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പാരഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറെ കാര്യങ്ങളും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മളുടെ ആൻസർ ചെയ്യുന്നത്. ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഈ ഒരു പാസേജിനകത്ത് നമുക്ക് ഡയറക്ട്ലി ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്ത് ആൻസർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു 6 മാസത്തെ ഈ ഒരു ടൈമില് നമ്മൾ യൂണിറ്റ് 1, യൂണിറ്റ് 2 അങ്ങനെ ഒരു രീതിയിലായിരിക്കല്ല ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു കോഴ്സ് പോകുന്നുണ്ടാവുക. ആദ്യം സ്റ്റോൺ ഏജ് ഡിസ്കസ് ചെയ്യും, അതിനുശേഷം ഇൻഡസ് വാലിയിലെ ഹാരപ്പൻ സിവിലൈസേഷൻ, വേദിക് ഏജ്, ഫസ്റ്റ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ്, പിന്നെ വരുന്ന റിലീജിയസ് മൂവ്മെന്റ്സ്, ഹെറ്ററോഡോക്സ് സെക്ടിന്റെ ഡെവലപ്മെന്റ്, മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യൻ പീരീഡ്, സംഘം പീരീഡ്, ഗുപ്ത, പോസ്റ്റ് ഗുപ്ത പീരീഡ്. ഇത്രയാണ് ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ മിഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ഏർലി മിഡീവൽ പീരീഡ്, ഡൽഹി സുൽത്താനേറ്റിന് ശേഷം വരുന്ന പ്രൊവിൻഷ്യൽ കിങ്ഡംസ്, മെയിൻ ആയിട്ടും വിജയനഗര, ബാഹ്മിനി കിങ്ഡംസ് ഒക്കെ ആയിരിക്കും. പിന്നെ സിക്കിസം, സൂഫിസത്തിന്റെ പ്രത്യേകതകള്, മുഗൾ എംപയർ, മറാത്താസ്, ലേറ്റർ മുഗൾസ്, റൈസ് ഓഫ് റീജിയണൽ കിങ്ഡംസ്, 18th സെഞ്ചുറി കാലഘട്ടത്തിൽ വരുന്ന റീജിയണൽ കിങ്ഡംസ്. ഇനി മോഡേൺ ഇന്ത്യയിൽ യൂറോപ്യൻസിന്റെ അറൈവലും കൺസോളിഡേഷനും, ട്രൈബൽ പെസന്റ് മൂവ്മെന്റ്സ്, എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ്, അതുപോലെ പ്രസിന്റെ ഡെവലപ്മെന്റ്, അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യലും ആയിട്ടുള്ള റിഫോംസ് ഈ ഒരു കാലഘട്ടത്തിൽ, 1857 റിവോൾട്ട്, പിന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്, ഇന്ത്യൻ നാഷണലിസം 1885 തൊട്ട് 1947 വരെ, പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറേ, അതിനുശേഷം പിന്നെ ഗവർണർ ജനറൽസും അതുപോലെ തന്നെ വൈസ്രോയ്സും, അവരുടെ പ്രത്യേകതകളും അവരുടെ പീരീഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതിനായിരിക്കും നമ്മളുടെ ഒരു കോഴ്സിന്റെ പാറ്റേൺ പോവുക. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സിന്റെ പ്രത്യേകതകൾ, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ഓരോ കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ്, അവരുടെ വർക്ക്സ്, ഹിസ്റ്റോറിക്കൽ തിയറീസ്, പ്രധാനപ്പെട്ട സോഴ്സസ്, പിന്നെ അവരുടെ നറേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ സ്റ്റൈലുകൾ, ഒബ്ജക്ടിവിറ്റി, ബയസ്, കോസാലിറ്റി പോലുള്ള ഐഡിയാസ്, ഇതൊക്കെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.
ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തത്. അപ്പൊ ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആൻസർ ഒന്ന് കമന്റ് ചെയ്യാവോ? എല്ലാവരും പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന അത്രയും നോക്കാം. ഒരാൾ മാത്രമേ ആൻസർ ചെയ്തോളല്ലോ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് അറിയാവോ എന്നുള്ളതല്ല നമ്മളിവിടെ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ ചെയ്തോ. നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിലും അറിയില്ലെങ്കിൽ ആൻസർ ചെയ്തോളാം. ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ ഓതർ ഓഫ് ദ ബുക്ക് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ഈസ്. ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ താഴെ തന്നിട്ടുള്ളതിൽ ആരാണ്? വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 VD സവാർക്കർ ആണ്. അദ്ദേഹത്തിന്റെ ആണ് ഈ വർക്ക്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഏകദേശ ഫോർമാറ്റ് ഇതായിരിക്കും. എപ്പോഴും ഓർഡർ തന്നെ ചോദിക്കണമെന്നില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു പാറ്റേണിലായിരിക്കും ചോദിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ അഡ്വെന്റ് ഓഫ് ഫോളോയിങ് ഫോറിൻ ട്രാവലേഴ്സ് ഇൻ മുഗൾ പീരീഡ് ഇൻ അസെൻഡിങ് ക്രോണോളജിക്കൽ ഓർഡർ ഏർലിയസ്റ്റ് ടു റീസെന്റ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മുഗൾ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഈ ഫോറിൻ ട്രാവലേഴ്സിനെ അവർ വന്നിട്ടുള്ള ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിന്റെ വന്നിട്ടുള്ള പീരീഡിന്റെ ബേസിസിൽ അവരെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ഈ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങളോട് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ഏകദേശം ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതിനകത്ത് ശരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ്, CABD. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന പിയട്രോ ഡെല്ല വെല്ലെ എന്ന് പറയുന്ന ആള് 1623 വരുന്ന ഇറ്റാലിയൻ ട്രാവലർ ആണ്. അദ്ദേഹം ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് പീറ്റർ മുണ്ടി. പീറ്റർ മുണ്ടിയുടെ അദ്ദേഹം ഇവിടെ വരുന്ന പീരീഡ് 1630 ആണ്. ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇനി വില്യം ഹോക്കിൻസ് 1608 ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ വരുന്നത്. ഏറ്റവും ലാസ്റ്റ് തന്നിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് ട്രാവനിയർ എന്ന് പറയുന്ന ആള് 1638 വരുന്നത്. അദ്ദേഹം ഷാജഹാന്റെ പീരീഡിലാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഔറംഗസീബിന്റെ പീരീഡിലും ട്രാവനിയറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവര് വന്ന കറക്റ്റ് പീരീഡ് നമുക്ക് അറിയില്ലെങ്കിലും ഏകദേശം ഈ റൂളേഴ്സ് ഇവർ വന്നിട്ടുള്ള റൂളേഴ്സിന്റെ പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഇവരെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്. നെറ്റിൽ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് വില്യം ഹോക്കിൻസ് വരും, അതിനുശേഷം പിയട്രോ ഡെല്ല വെല്ലെ വരും, അത് കഴിഞ്ഞ് പീറ്റർ മുണ്ടി, ഏറ്റവും ലാസ്റ്റ് ജീൻ ബാപ്റ്റിസ്റ്റ് ട്രാവനി. അങ്ങനെയാണ് വരിക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് പാസ് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത്. നമുക്കൊരു ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1ൽ കുറച്ച് നെയിംസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസും തന്നിട്ടുണ്ട്. അപ്പൊ മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ലിസ്റ്റ് 1ൽ നമുക്ക് കുരൂസ്, ഈഷ്വാക്കൂസ്, അതുപോലെ തന്നെ വിദർഭാസ്, ഹൈകയാസ്. പിന്നെ ലിസ്റ്റ് 2ൽ നമുക്ക് തന്നിട്ടുള്ളത് കോസല ആൻഡ് അയോധ്യ, സൗത്ത് വേർഡ്, അതുപോലെ തേർഡ് പാഞ്ചാല, സെൻട്രൽ ഇന്ത്യ, മാൾവ, ഗുജറാത്ത്. ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുരൂസ് എന്ന് പറയുന്നത് പാഞ്ചാല റീജിയനിലാണ് വരുന്നത്. ഗംഗ യമുന ഡോബിന്റെ ഭാഗമായിട്ട് ഏകദേശം ഈ കുരുക്ഷേത്ര റീജിയൻ എന്ന് പറയുന്ന ഏരിയയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കുരു കിങ്ഡം ആണ് നമ്മൾ കുരൂസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈഷ്വാക്കൂസ് എന്ന് പറയുന്നത് സൗത്ത് വേർഡ് ആണ്. അവര് ഈ ഈഷ്വാക്കു ഡയനാസ്റ്റിയുടെ ഒരു
അത് അവര് സൗത്ത് വേർഡ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ് ഇഷ്വാക്കൂസ് എന്ന് പറയുന്നത്. ഇനി ഈ വിദർഭാസ് എന്ന് പറയുന്നത് അവര് സെൻട്രൽ ഇന്ത്യ, മാൾവ, ഗുജറാത്ത് റീജിയനിൽ വരുന്നതാണ്. മെയിൻ ആയിട്ടും ഡെക്കാനിലെ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര റീജിയനിലും അതുപോലെ വിദർഭ റീജിയനിലും ആയിട്ടാണ് ഇവര് ഡെവലപ്പ് മീൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഹൈഗയാസ് എന്ന് പറയുന്ന കോസല ആൻഡ് അയോധ്യയാണ്. അവര് മെയിൻ ആയിട്ടും ഈ ഒരു വെസ്റ്റേൺ ഇന്ത്യയിൽ മാൾവ, ഗുജറാത്ത്, നർമ്മദ വാലിയുടെ റീജിയൻസ് ഇവിടെയൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. A3 B1 C4 and C2 and D4. Okay. ഇനി വരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് നോക്കും. Okay, fourth question. Of the following statements, which all are true? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് ഏർലി മിഡീവൽ സൗത്ത് ഇന്ത്യൻ വില്ലേജ് ലൈഫ് വാസ് ഉർ. ഉർ എന്ന് പറയുന്നതാണ് ഏർലി മിഡീവൽ കാലഘട്ടത്തിലെ സൗത്ത് ഇന്ത്യൻ വില്ലേജസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. Pur simultaneously refers to the village themselves as well as to village assemblies. Pur എന്ന് പറഞ്ഞാൽ വില്ലേജസിനെ വിളിക്കാനും അതേപോലെ തന്നെ വില്ലേജ് അസംബ്ലീസിനെ വിളിക്കാനും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. Pur was no ബ്രഹ്മദയ വില്ലേജ്. Pur എന്ന് പറയുന്നത് ബ്രഹ്മദയ അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന്റെ വില്ലേജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടേം അല്ല. പിന്നെ കോർപ്പറേറ്റ് ബോഡീസ് സച്ച് ആസ് നാഡു, സഭ, നഗരം had nothing to do with the assessment and the collection of revenue. ഈ നാട്, സഭ, നഗരം എന്നൊക്കെ പറയുന്ന കോർപ്പറേറ്റ് ബോഡീസിന് റവന്യൂ കളക്ഷനുമായിട്ടോ അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് ഡി. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ്. എയും ബിയും സിയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഡി എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസേർഷൻ എ നമുക്ക് തന്നിട്ടുള്ളത് പാലി ലാംഗ്വേജ് വിച്ച് വാസ് വൺസ് ലിമിറ്റഡ് ടു സർട്ടൻ ഏരിയാസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ ഡ്യൂറിംഗ് ബുദ്ധിസ്റ്റ് പീരീഡ് ബിക്കം മോർ പോപ്പുലർ. അതായത് ഈസ്റ്റേൺ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ലിമിറ്റഡ് ആയിരുന്ന പാലി ലാംഗ്വേജ് ബുദ്ധിസ്റ്റ് കാലഘട്ടം എത്തിയപ്പോഴേക്കും കുറച്ചുകൂടെ പോപ്പുലർ ആയി എന്നാണ് അസേർഷൻ. ഇനി റീസൺ ആയിട്ട് തന്നിട്ടുള്ളത് ബുദ്ധ അഡോപ്റ്റഡ് പാലി ഫോർ ഹിസ് വർക്ക്സ് സെയിങ് പാലി ധർമാനുശാസനം. അതായത് റീസൺ ആയിട്ട് തന്നിട്ടുള്ള ബുദ്ധൻ പാലി ലാംഗ്വേജിനെ അദ്ദേഹത്തിന്റെ വർക്കുകളിനകത്തൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാലി ധർമാനുശാസനം എന്ന് പറഞ്ഞിട്ടാണ് പാലി യൂസ് ചെയ്തിരുന്നത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് എയും കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആറും കറക്റ്റ് ആണ്. അത് മാത്രമല്ല, ഇങ്ങനെ വളരെ കുറച്ച് ഏരിയയിൽ മാത്രം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യയുടെ പോർഷൻസിൽ മാത്രം ലിമിറ്റഡ് ആയിരുന്ന പാലി ലാംഗ്വേജ് ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള മേജർ ആയിട്ടുള്ള റീസൺ ഈ ബുദ്ധിസ്റ്റ് വർക്കുകളിൽ അല്ലെങ്കിൽ ബുദ്ധൻ ഈ പാലി ലാംഗ്വേജസിനെ തന്റെ വർക്ക്സിൽ അഡോപ്റ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എയും ആറും ട്രൂ ആണെന്ന് മാത്രമല്ല ആറ് എന്ന് പറയുന്ന എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന ഇതിനകത്ത് പറയുന്നത്. ഇനി ബാക്കിയെല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു സെഷൻ അവസാനിപ്പിക്കാം. നമ്മുടെ ക്ലാസ്സസ് നോർമലി വരുന്നത് ആഴ്ചയിൽ 3 ദിവസം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, അതുപോലെ തന്നെ സാറ്റർഡേ. ഈ 3 ദിവസങ്ങളിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഓൾറെഡി ആപ്പിൽ റെക്കോർഡഡ് വീഡിയോസ് ഓരോ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്.
അപ്പൊ നമ്മൾ ക്ലാസ്സിന് മുമ്പായിട്ട് ഒരു ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഉറപ്പായിട്ടും പറയും. അപ്പൊ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റെക്കോർഡഡ് വീഡിയോസിൽ കണ്ടതിന് ശേഷം മാത്രം ക്ലാസ്സിൽ വരാം. അതിന്റെ ഡിസ്കഷൻ മാത്രമേ നമ്മൾ ക്ലാസ്സിൽ നടക്കുള്ളൂ. അല്ലാതെ ഫുൾ ഏരിയാസും നമ്മളിങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയില്ല. അപ്പം ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡിയാസും ആ ഒരു വീഡിയോയ്ക്കകത്ത് നിന്ന് കിട്ടും. പിന്നെ അതിന്റെ ഡിസ്കഷനും പിന്നെ ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട PYQ അനാലിസിസും ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ നടത്തുക. ഇനി ഈ ഒരു നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു 3 മാപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുക. ഒന്ന് നമ്മുടെ സ്റ്റേറ്റ്സ്, ജോഗ്രഫിക്കൽ, ഫിസിക്കൽ ആയിട്ടുള്ള ലൊക്കേഷൻസും പൊളിറ്റിക്കൽ മാപ്പാണ് ഈ ഒരു ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ പ്ലേറ്റോസും അതുപോലെ തന്നെ മൗണ്ടൻസിന്റെ ഒക്കെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. തേർഡ് വരുന്ന മാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റിവേഴ്സിന്റെ പൊസിഷൻ ആണ്. ഏതൊക്കെ റിവേഴ്സ് ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് ഒഴുകുന്നത്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അതിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ളത്. ഈ 3 മാപ്പുകൾ നെറ്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അത് എക്സാമിന് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് വിചാരിച്ചത്. അപ്പോ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്?